ചിക്കൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചമ്മന്തിപ്പൊടി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതൊരു ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ ചമ്മന്തിപ്പൊടിയാണ്. ഇത് ചോറിൻ്റെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷനാണ്. അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത ഒരു 250 ഗ്രാം ചിക്കനാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കണേ. നല്ലവണ്ണം സ്പൂണോടോ കൈ വെച്ചിട്ടോ നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ചാൽ മതി. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എരിവ് വേണമെങ്കിൽ 1 സ്പൂൺ കൂടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു വലിയ ഉള്ളിയാണ്. അത് വളരെ ചെറുതായി അരിഞ്ഞു വെക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽ മുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി. ഇത് കുറച്ചധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ആവശ്യത്തിന് എടുത്ത് കഴിക്കാം. കഴിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടാക്കി അതിലേക്ക് ഈ ചമ്മന്തിപ്പൊടി ചേർത്ത് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഇങ്ങനെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അങ്ങനെ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാൻ. അങ്ങനെ ഒരു പാത്രം വെച്ച് നമ്മൾ എണ്ണയൊക്കെ ചൂടായപ്പോൾ ആദ്യം അരിഞ്ഞു വെച്ച ഉള്ളി നന്നായി വഴറ്റിയെടുക്കണേ. നന്നായി ചുമക്കെ വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ച മണം ഉണ്ടാകാനേ പാടില്ല. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇതേ കളറായിരിക്കണേ. കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ എല്ലാം നല്ലവണ്ണം ചുമക്കെ വറുത്ത് കോരണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അങ്ങനെ ഉള്ളിയൊക്കെ വറുത്ത് കോരി പിന്നെ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി അല്ലിയാണ് വറുത്ത് കോരേണ്ടത്. എല്ലാം ഓരോന്നായിട്ട് തന്നെ വറുത്ത് കോരണേ. എല്ലാറ്റിനും ഓരോരോ വേവാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വെളുത്തുള്ളി നല്ല ചുമട്ട് വറുത്ത് കോരി മാറ്റി വെക്കുക. നമുക്കിപ്പോൾ ചോറിന് കറിയൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഒരു ചമ്മന്തി പൊടി ഉണ്ടെങ്കിൽ നല്ല കുശാലായിട്ട് ചോറ് തിന്നാൻ പറ്റും. ഇനി കഞ്ഞിക്കായാലും ഇത് മതി. പിന്നെ നെയ് റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയതാണ് ഇത്. അതാണ് ഞാൻ പറഞ്ഞത്. വെളിച്ചെണ്ണയിൽ നല്ലവണ്ണം താളിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. പിന്നെ വറുത്ത് കോരേണ്ടത് വറ്റൽ മുളകാണ്. അതും നല്ല മൊരിയെ വറുത്ത് കോരണേ, എന്നാലേ മിക്സിയിൽ നന്നായി പൊടിഞ്ഞ് വരും. അങ്ങനെ വറ്റൽ മുളകും കൂടി വറുത്ത് കോരി അടുത്തത് നമ്മൾ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അത് പിന്നെ പെട്ടെന്ന് വറുത്ത് കോരി എടുക്കാൻ പറ്റുമല്ലോ. അതും നല്ലവണ്ണം മൊരിയെ വറുത്ത് കോരണേ. അങ്ങനെ കറിവേപ്പിലയും കൂടി നല്ലവണ്ണം വറുത്ത് കോരിയ ശേഷം നമ്മൾ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ചിക്കനാണ് നല്ലവണ്ണം വറുക്കണേ. ചിക്കൻ ഉള്ളും പുറമേ നല്ല ക്രിസ്പി ആയിരിക്കണേ. അല്ലാതെ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുമല്ലോ. ഇതിന് കുറേ ചിക്കനൊന്നും വേണ്ട, കുറച്ച് ചിക്കൻ മാറ്റി വെച്ചാൽ മാത്രം മതി. പിന്നെ ഇത് ചെമ്മീനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ചെറിയ പൊടിച്ചെമ്മീൻ വാങ്ങിയിട്ട് ഇങ്ങനെ നല്ലവണ്ണം മൊരിച്ചെടുത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇത് മാത്രം തന്നെ മതിയാവും. അങ്ങനെയും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അതും നല്ല സൂപ്പറായിരുന്നു. കുറേ കറികൾ വെക്കാൻ സമയമില്ലാത്തവർക്കെല്ലാം നല്ല പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണിത്. അങ്ങനെ ചിക്കനും നന്നായി പൊരിഞ്ഞ് വരുന്നുണ്ട്. ചിക്കനൊക്കെ നല്ലവണ്ണം പൊരിഞ്ഞ ശേഷം നല്ലവണ്ണം ചിക്കൻ തണുത്ത ശേഷം മാത്രമേ മിക്സിയിലിട്ട് പൊടിക്കാൻ പാടുള്ളൂ. ചിക്കൻ മിക്സിയിലിട്ടാൽ അധികം പൊടിഞ്ഞു പോകാതെ നോക്കണേ. ആദ്യം ഒന്ന് ചിക്കൻ ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ എല്ലാ മസാലകളും കൂടി ഒന്നുകൂടി നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ നിങ്ങളെ എരിവിന് ആവശ്യമായതാണ്. 1 സ്പൂണോ 1/2 സ്പൂണോ എത്ര വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണേ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇങ്ങനെ നമ്മൾ ചിക്കനെല്ലാം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം മിക്സിയിൽ ഇത് പൊടിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ നല്ല സ്മെല്ലായതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ ദോശൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കൊടുത്തയക്കാനും പറ്റുന്നതായിരിക്കും. നമ്മൾ ചെറിയ ജാറിലിട്ടുകൊണ്ട് എല്ലാം ഒന്നിച്ച് പൊടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ജാറ് മാറ്റി കുറച്ച് വലിയ ജാറിലേക്ക് ഇട്ടിട്ടാണ് എല്ലാം ഒന്ന് നന്നായി പൊടിച്ചെടുത്തത്.
നിങ്ങളിങ്ങനെ ഡബിൾ പണിയാകണ്ട. നിങ്ങൾക്ക് വലിയ ജാറുണ്ടെങ്കിൽ അതിൽ തന്നെ എല്ലാം മിക്സ് ചെയ്ത് ഒന്നിച്ച് തന്നെ പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ എനിക്ക് ഡബിൾ പണിയായിട്ടുള്ളത്. 2 മിക്സി കഴുകണ്ടേ. എങ്ങനെയെങ്കിലും പാത്രം കഴുകലൊന്ന് ചുരുക്കാൻ നോക്കുമ്പോൾ ഡബിൾ പണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ ഇതിന് കാരണക്കാരി. ആരമില്ല, എപ്പോഴും ഇല്ലല്ലോ. ഇങ്ങനെ ഒരിക്കലും ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് പിന്നെ ചമ്മന്തിൻ്റെ കാര്യം ചിന്തിക്കണ്ട. എപ്പോഴും മാങ്ങ ചമ്മന്തി, നെല്ലിക്ക ചമ്മന്തി ഇതൊക്കെയല്ലേ ഉണ്ടാക്കാറ്. ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. വളരെ ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഉപ്പെല്ലാം പാകത്തിനുണ്ടായിരിക്കണേ. അങ്ങനെ എല്ലാം മിക്സും കൂടി ഒന്നിച്ച് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കൂടി പൊടിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് വെളിച്ചെണ്ണ കൂടി ചൂടാക്കി അതിലിട്ടൊന്ന് കുഴച്ച് കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റായിരിക്കും. നമ്മളിപ്പം തന്നെ കുറച്ച് ചോറെടുത്ത് അതിലേക്ക് കുഴച്ച് കഴിക്കുന്നുണ്ട്. എന്തായാലും ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ, എങ്ങനെയാണെന്ന് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമല്ലോ. എന്തായാലും കുറച്ചെടുത്ത് കഴിച്ച് നോക്കട്ടെ. ഇന്ന് വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ഈ ചമ്മന്തിപ്പൊടി മാത്രമേ ഉള്ളൂ. അതുകൂട്ടി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയുണ്ടെന്ന് പറയാം. സൂപ്പർ ടേസ്റ്റായിരുന്നു.